വന്നോളൂ വന്നോളൂ, ദേ ഇവിടെ തൊഴുതിട്ട് അങ്ങോട്ട് ഇറങ്ങാം. അമ്മേ, ഏതായി കുട്ടി? മരിച്ചുപോയ ഏടത്തിയുടെ മോനാ. അവനെ എടുത്തു വളർത്തിയത് മാളുവാ. പിരിഞ്ഞിരിക്കില്ല. ശല്യം ആവശ്യമായിട്ട് അവനെ കൊണ്ടുവരാഞ്ഞത്. പിന്നെ കൊയ്നൂട്ടി, പിന്നെ രാഹു കാലത്തിനും പുറപ്പെടണം. സൂക്ഷിച്ച 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 സൂക്ഷിച്ച. അങ്ങനെ വരൂ വരൂ. മാളുവിന് വയനാട്ടിലെ ആ ഭൂപ്രകൃതിയും കാലാവസ്ഥയൊന്നും പെട്ടെന്ന് പിടിക്കുന്നു വരില്ല. പിന്നെ കാലക്രമേണ അതൊക്കെ അവിടെയാണല്ലോ കഴിഞ്ഞു കൂടുന്നത്. ഞാനങ്ങോട്ട് വരണ്ടേ, എനിക്ക് ആ ഊക്കാലി ഇത്തിരി വേണം. ഈ നടുവേന വരുമ്പോ ഒന്ന് തീരുമാൻ. വയനാട്ടിലാവുമ്പോ നല്ലത് കിട്ടുകയും ചെയ്യൂലോ. അപ്പൊ കുഞ്ഞനായാലും കൂടെ നടന്നോളൂ. വാ, നിങ്ങൾ എത്തുമ്പോഴേക്കും ഒപ്പോൾ എത്തും. എന്നോട് എന്നോട് മിണ്ടാണ്ട് പോയില്ലേ? എന്താ? അവനും കാറി കയറണത്ര വലിയ പാടായല്ലോ. വന്നോട്ടെ, 4 ദിവസം കഴിഞ്ഞ് തിരിച്ചു കൊടുന്നാക്കാം. നിനക്ക് കാട് കാണും. വന്നോ. വയനാട്ടിലെ കാടും മലയും കണ്ടു വന്നാലേ ചങ്ങാതിമാരോട് ഒത്തിരി വീമ്പ് പറയാം. കുട്ടി വന്നോട്ടെ എന്ന്. അതിനെന്താ, വീടൊക്കെ ശരിയായാല് വിവരം അറിയിക്കാൻ കുഞ്ഞുനാരെ. പക്ഷെ എല്ലാവരുമായിട്ട് വരണം. അമ്മയ്ക്ക് വരാൻ പ്രയാസം ഉണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് വരാലോ. ഞാൻ എന്തായാലും വരണ്ട, എനിക്ക് കുറച്ച് യൂക്കാലി വേണം. അപ്പൊ വരും. വരൂ. എന്നാ നീ യാത്രയില്ല, വരട്ടെ. വാസു എന്നാൽ ആ പെട്ടി അങ്ങോട്ട് വെച്ചില്ല. വിട്ടോളൂ. പത്തരയ്ക്ക് ഒരു പ്രൈവറ്റ് ബസ്സുണ്ട്. ബസ് നമ്മുടെ സ്ഥലത്ത് നിർത്തില്ല. പോകുന്ന വഴിക്ക് വല്ല ഭക്ഷണം കഴിച്ചിട്ട് പോവാം. ആ ഡ്രൈവർ, ആ ലഞ്ച് ഹോമിന്റെ മുമ്പിൽ നിർത്തണം. എത്രയായി? 40 റുപ്യ. 40 റുപ്യ? അതെ. അത് കൂടുതലല്ലേ? കിലോമീറ്റർ അനുസരിച്ചല്ലേ ചാർജ്? അത് നാട്ടിൽ മുതലാവില്ല. ആരാ ഒപ്പുള്ളത്? എന്തിനാ ഈ മാല? മിണ്ടാതിരിക്കും. അപ്പോ ഇത് ഒപ്പളുടെ കല്യാണ? കഴുത്തിറക്കണ വക. 10 കിലോമീറ്റർ ഉണ്ടാവില്ല. 40 റുപ്യ. റാസ്കൾസ്. മാലയും കൂടെ തരൂ. ബസ്സിൽ യാത്ര ചെയ്യുമ്പോ ഛർദിക്കൊന്നുമില്ലല്ലോ. വരൂ വരൂ.
നമ്മളെങ്ങോട്ടാ? വയനാട്ടിലേക്ക്. പന്തലിടും, നാദസ്വരം, സദ്യ ഉണ്ടാവും എന്നൊക്കെ ഞാൻ ജാനുവിനോട് പറഞ്ഞതാ. എന്നെ പറ്റിച്ചില്ലേ? മിണ്ടാതിരിക്കെ. ചിലപ്പോ കാട്ടില് കുരങ്ങന്മാരെ കാണും, നോക്കിയിരുന്നു. സൂക്ഷിച്ചു നടക്കും. അടുത്ത പഞ്ചായത്തിലോടാ, വരൂ. നടന്ന് ക്ഷീണിച്ചില്ലേ? പാറ വഴുക്ക് കിട്ടോ? വാ വാ. നനയണ്ട. അടുത്തായി, അങ്ങോട്ട് കയറി കൊണ്ടു. വാ. വാ. ഇതാണ് നമ്മുടെ കൊട്ടാരം. നല്ല മണ്ണാ. അതാ അവിടെ കാപ്പിയിടാൻ പോണു. ബാക്കിയുള്ളവിടുത്തെ ഏലവും കുരുമുളകും. നീ നോക്കിക്കോ, 5-6 കൊല്ലം കഴിയുമ്പോ ഞാനിതൊരു ഒന്നാന്തര എസ്റ്റേറ്റ് ആക്കും. വള്ളി ഇതങ്ങോട്ട് വെച്ചേ. എവിടെ കറപ്പൻ? ആ, വെള്ളം കോരി നിറച്ചോടി. വിറകിന്റെ അടുക്കളയില്ലേ? കള കഴിഞ്ഞോ? കള്ളൻ. മുഖത്ത് നോക്കില്ല, എന്റെ കണ്ണ് കിട്ടിയ പണിയെടുക്കില്ല. 2 ദിവസം എന്താ ചെയ്തെന്ന് ഞാൻ നോക്കണ്ട്. കാല് കഴുകാൻ കുറച്ച് വെള്ളം എടുത്തുകൊണ്ടാടാ തമ്പി. കിഴക്കും ഭാഗം കള കഴിഞ്ഞോ? കുറ്റിയൊക്കെ വേറെടക്കം പറഞ്ഞ് തീയിട്ടോ? പിന്നെ തൽക്കാലം ഇത്രയൊക്കെ സൗകര്യമുള്ളൂ. 2 കൊല്ലത്തെ കൃഷിയുടെ ആദായം എടുത്തിട്ട് വേണം കുറച്ചുകൂടി വിസ്താരാക്കിയിട്ട് ഓടിടാൻ. ഇതാ വാ. ഇത് ചെറുമക്കളുടെ ചാളയില്ലേ? അല്ല, ഞങ്ങളുടെ വീടാ. ഇവര് നിങ്ങളുടെ നാട്ടിലെ ചെറുമക്കളല്ല, ഇവിടുത്തെ പണിയരാ. വാ. അപ്പു, കാലി കഴുകൂ. വാ. ഇതാണ് നമ്മുടെ കൂടാരം. അത് നിന്റെ ഡിപ്പാർട്ട്മെന്റ്, അടുക്കള. പിന്നെ കുടിക്കാനും കുളിക്കാനുമുള്ള വെള്ളത്തിന് ഇവിടെ അടുത്ത് ചോലയുണ്ട്. ആഹാരം വല്ലതും ഉണ്ടാക്കണ്ടേ? വിശക്കുണ്ട് അല്ലേ? എന്നാ ആരംഭിക്കുക.
എനിക്ക് വിശക്കുണ്ടോ അപ്പോളെ? ഇപ്പൊ ചോറുണ്ടാക്കാം. ഉം? ഇവിടെ നിന്നിട്ട് കാട്ടുകോഴിയുടെ മുട്ട. വാങ്ങിച്ചോ? വേണ്ട. വേണ്ടേ? പേരെന്നാത്തെ? നാനും നമ്പി. ഉള്ള പേരെന്നാത്തെ? അപ്പു. എടാ ആ കാട്ടിലും തെണ്ടി കിടക്കണ്ട, അവറ്റയ്ക്ക് സർവീസാ. കഴിഞ്ഞ ആഴ്ച കൂടി ആ ഭാഗത്തൊരു പുള്ളിപ്പുലിയെ കണ്ടതാ. പോ പോ. പുലി ഉണ്ടാവോ? ഓ, ഒറ്റപ്പന്നി മാത്രം എക്ക് പേടി. പുലിയെ ശരിക്കും കണ്ടിട്ടുണ്ടോ നീ? ഓ, തണുപ്പ് അധികം തോന്നുന്നുണ്ടോ അവിടെ? ഇല്ല. ഞാൻ പട്ടാളത്തിലായിരുന്നപ്പോ ലഡാക്ക് പോയിട്ടുണ്ട്. കൊല്ലം മുഴുവൻ മഞ്ഞ്. ഐസ് ചൂടാക്കിയിട്ട് വേണം വെള്ളം കുടിക്കാൻ. ഇവിടെ തനിച്ച് താമസിച്ചാ ഭ്രാന്ത് പിടിക്കും. ഉറക്കം വരാൻ രാത്രി കുടിക്കും. അധികാവില്ല. 1-2 കൊല്ലം കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കാപ്പിയും കുരുമുളകും കിട്ടും. അതുവരെ കുറച്ച് അധ്വാനിക്കണം. ഉണ്ടില്ലേ? ഇല്ല. ഉണ്ടോ? പന്നിയിറച്ചി നന്നായിട്ടുണ്ട്. എനിക്കിനി ഒന്നും വേണ്ട. ചെക്കനെ കൊടുത്തേക്ക്. അവൻ ഈ നെല്ലിട്ട് മുറി കിടന്നോട്ടെ.